ഇന്നത്തെ വീഡിയോയിൽ സാധാരണ ഉണ്ടാകുന്നതിനേലും ഒരു 10 ഇരട്ടി കൂടുതൽ മടങ്ങിൽ നമുക്ക് മാങ്ങ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കാത്ത മാവ് പൂക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 തരം മാവുണ്ട്. ഇത് മൂവാണ്ടൻ മാവാണ് കേട്ടോ. മറ്റേത് ഏതിനം മാവാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്രാവശ്യം സത്യം പറയുവാണെങ്കിൽ നമ്മൾ വരെ ഞെട്ടിപ്പോയിട്ടോ, അത്രയധികം മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം സാധാരണ എല്ലാ കൊല്ലവും പൂക്കാറുണ്ട്, പക്ഷെ ഇത്രയധികം മാങ്ങ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്കതിന് 1 രൂപ പോലും ചിലവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേതിനം മാങ്ങയാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമ്മളിത് നട്ട് വളർത്തിയൊന്നുമല്ല, തനിയെ അങ്ങ് പിടിച്ചു വന്നതാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ കാര്യം പറയാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് അല്ല അടിത്തറയുള്ളൊന്നുമല്ല കേട്ടോ. ഇതൊന്നും തെളിയിച്ച കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ വീട്ടിൽ ചെയ്തപ്പോൾ 100% സക്സസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇതങ്ങ് ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ കുറേ പേര് വരും, ഇതൊക്കെ എന്ത് പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതങ്ങ് നിങ്ങളോട് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുവാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പൂക്കാത്ത മാവ് എങ്ങനെ പൂക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലെ മൂവാണ്ടൻ മാവാണ് കേട്ടോ. കുറേ നാളായി ചുമ്മാ നമുക്കങ്ങ് സ്ഥലം മുടക്കായിട്ട് വീടിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കുറച്ച് വീട് പണിയും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീട്ടിൽ 3 ടെർട്ടിൽ വൈൻ ചെടികളുണ്ട് കേട്ടോ. ഈ ചെടി തൂക്കാൻ നമുക്ക് സ്ഥലമില്ലാതായപ്പോൾ ഉണ്ടല്ലോ, അത് ഈ പണിക്കാരുടെ തലയിൽ എപ്പോഴും ഈ ചെടി അങ്ങ് മുട്ടും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, നേരെ ഈ ചെടി എടുത്തങ്ങ് ഈ മാവിന്റെ കൊമ്പിലേക്ക് അങ്ങ് തൂക്കിയിട്ടു. സത്യം പറയുവാണെങ്കിൽ തൂക്കിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ മാവങ്ങ് പൂത്ത് നമുക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. കാര്യം ചുമ്മാ അങ്ങ് നിൽക്കുവല്ലേ നമുക്ക് സ്ഥലം മുടക്കായിട്ട്. അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഇതങ്ങ് വെട്ടിക്കളയാമെന്ന്. വീടിന്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ടാങ്ക് താത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് അതിനുള്ള സൗകര്യം. അപ്പോൾ ഇത് വെട്ടിക്കളയാൻ വരെ ഇരുന്നതാ. പക്ഷേ പെട്ടെന്നാണ് ഇതങ്ങ് നമുക്ക് പൂത്ത് വന്നത്. പണ്ടത്തെ നമ്മുടെ അമ്മാമ്മമാരൊക്കെ പറയാറുണ്ട് മാവിന് നാണം വെക്കണം. അപ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് തൊലി അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് വെള്ള തുണി കെട്ടി വെക്കുവാണെങ്കിൽ ഇതങ്ങ് പൂത്തു വരുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ ഒരു ട്രിക്കാണ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയത്. പക്ഷെ സക്സസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലെ പൂക്കാത്ത മാവുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് 10 ഇരട്ടിയോളം മാവില് മാങ്ങ ഉണ്ടാവാനുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് പുകയിട്ട് കൊടുക്കുക. മാവിന്റെ ചോട്ടിൽ തന്നെ പുകയിടരുത്. കാര്യം മാവിന് അത്രക്കങ്ങ് ചൂട് പറ്റത്തില്ല. മാവിൻ ചോട്ടിൽ നിന്ന് കുറച്ച് നമ്മൾ മാറി എല്ലാ ദിവസവും പുകയിട്ട് കൊടുക്കുക. ഒരു വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ അങ്ങ് പുകയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ കുറച്ച് കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് പോയി കിട്ടും. ഇഷ്ടം പോലെ മാങ്ങയും നമുക്ക് ഉണ്ടാവും. കുറേ പേർക്കൊന്നും അറിയത്തില്ല പുക ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ മാങ്ങ ഉണ്ടാവും എന്നുള്ളത്. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാവില് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്തിക്കണ്ണി. ഇത്തിക്കണ്ണി നമ്മൾ കാണുവാണെങ്കിൽ അതങ്ങ് പറിച്ചു കളയാം. ഇപ്പൊ നമുക്ക് കൈ എത്തില്ല എന്ന് വരും. അപ്പൊ കൈ എത്തുന്ന ആൾക്കാര് മരത്തിൽ കയറുന്നവര് കയറിയിട്ട് ഇതങ്ങ് പറിച്ചു കളയാട്ടോ. ഇതിങ്ങനെ മാവിന്റെ കൊമ്പിൽ ഇങ്ങനെ പിണഞ്ഞങ്ങ് കയറി പോകുന്ന ഒരു തരം ചെടിയാണ്. ഇതങ്ങ് പറിച്ച് നമ്മൾ മാറ്റും. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വലിയ മാവല്ലേ, ഇത് വലിയ മരമല്ലേ, ഇതിനൊക്കെ എന്തിനാ നമ്മൾ വെള്ളം ഒഴിക്കാന്ന് കരുതുന്നവരാണല്ലേ നമ്മളെല്ലാവരും തന്നെ. പക്ഷേ മാവിന് വെള്ളം വേണം. അതിപ്പോ ചെറിയ മാവാണെങ്കിലും കൊള്ളാം, വലിയ മാവാണെങ്കിലും കൊള്ളാം. ഞങ്ങൾ എല്ലാ ദിവസവും 2 നേരം എല്ലാ മരത്തിനും വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും, റോസ ചെടിയുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്, എല്ലാത്തിനും വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. രാവിലെ ഒഴിക്കാറുണ്ട്, വൈകിട്ടും ഒഴിക്കാറുണ്ട്. ഇതുപോലെ ഓസ് അങ്ങ് ഇട്ടേക്കുവാണ്. വീട്ടിലെ ബോർവെല്ലുണ്ട്. അപ്പോൾ ഈ ബോർവെല്ലിൽ ഓസ് അങ്ങ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നല്ലവണ്ണം നനക്കാറുണ്ട്. ഇപ്പൊ ചൂട് സമയമല്ലേ, അപ്പൊ ഈ മരത്തിനൊക്കെ അത്യാവശ്യം വെള്ളം കിട്ടിയാൽ മാത്രമേ അത് കുറെ പൂവും കായും ഒക്കെ നമുക്ക് തരികയുള്ളൂ. അപ്പൊ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞുതരാം. നമ്മുടെ മാവില് ഇതുപോലത്തെ മുഷറ് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പൊ എല്ലാ മാവിലും ഇത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ മാവിന്റെ ഏതെങ്കിലും കൊമ്പിലോ അല്ലെങ്കിൽ ഈ ഒരു തടിയുടെ ഭാഗത്താണെങ്കിലും നമ്മൾ ചെറിയ ഒരു ഇറച്ചി കഷ്ണം അല്ലെങ്കിൽ ഒരു മീനിന്റെ തലയോ എന്തെങ്കിലും കൊണ്ടേ വെച്ചിട്ട് അതൊന്ന് കെട്ടിവെക്കണം. ഇല്ലാതെ ചുമ്മാ കൊമ്പിലൊക്കെ കൊണ്ടേ വെക്കുവാണെങ്കിൽ അത് കാക്കയായിരിക്കും കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ ചെറിയൊരു മീനിന്റെ തലയോ ഒരു ഇറച്ചി കഷ്ണോ അല്ലെങ്കിൽ ചിക്കന്റെ ഒരു പീസോ കൊണ്ടേ നിങ്ങൾ കെട്ടിവെക്കുക. അപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലത്തെ മുഷറ് വരും. നമ്മുടെ മാവിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് പറിക്കാൻ നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നല്ലവണ്ണം നമുക്ക് കടി തരും കേട്ടോ. അപ്പോൾ
നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മാവില് 10 ഇരട്ടിയോളം മാങ്ങ ഉണ്ടാവും. അതുപോലെ പൂക്കാത്ത മാവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പൂവിട്ട് കായ്ച്ച് കുറേ മാങ്ങ നമുക്ക് തിന്നാം. നമ്മൾ എന്തിനാന്ന് വെറുതെ പുറത്തു നിന്ന് ഈ വിഷമൊക്കെ അടിച്ച മാങ്ങ അങ്ങ് വാങ്ങി കഴിക്കുന്നത്? വീട്ടില് നമ്മൾ അങ്ങനെ മാങ്ങ അങ്ങനെ പൊതുവെ വാങ്ങിക്കാറില്ല. കാര്യം ഇപ്പോൾ രണ്ടാമത്തെ മാവും കൂടി നമുക്ക് പൂത്ത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മാങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഇന്നലെയാണ് കേട്ടോ വീട്ടിലെ മാങ്ങ പറിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം കുറേ മാങ്ങ കിട്ടി. ഏകദേശം ഒരു 2 ചാക്കോളം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അയൽവാസികൾക്ക് കൊടുത്തു. കാര്യം നമുക്ക് ഉണ്ടാവുന്ന അത്രയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലേ വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ മാങ്ങ കിട്ടുകയുള്ളൂ. പിന്നെ ഇന്നലെ തന്നെ കുറേ ഞങ്ങളും കഴിച്ചു കേട്ടോ. നല്ല ചെനച്ച മാങ്ങയാണ്, അത്രക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല. നമുക്കിനി ഇതൊന്ന് പഴുപ്പിച്ചെടുക്കണം. അപ്പോൾ കുറേയൊക്കെ അരിയിൽ കൊണ്ട് ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പഴുത്ത് കിട്ടത്തില്ലേ. പിന്നെ ഇന്നലെ തന്നെ കുറേ മാങ്ങ ചെനച്ച മാങ്ങ ഇതുകൊണ്ടിട്ട് അത്രക്ക് അങ്ങോട്ട് പുളിയില്ല. ഈ ഒരു മാങ്ങ നല്ല പുളിയാണ് കേട്ടോ. പച്ചയുടെ നമുക്ക് ഒരു കടി പോലും കടിക്കാൻ പറ്റും. മീൻ കറിക്കൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഒരു പൂളിട്ടാൽ മതി, എന്ത് പുളിയായിക്കോന്നറിയോ. പിന്നെ ഇതൊക്കെ താഴ്ത്തി വീണ മാങ്ങയാണേ. കുറെ ക്യാച്ച് പിടിച്ചിട്ടാണ് എടുത്തത്. പൊട്ടാത്ത മാങ്ങ കുറെയൊക്കെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറേ മാങ്ങ ചെനച്ച മാങ്ങ ഇതുകൊണ്ടിട്ട് അത്രക്ക് അങ്ങോട്ട് പുളിയില്ല. അതുകൊണ്ടിട്ട് നമ്മൾ കുറേ അങ്ങ് പുളി അങ്ങ് കഴിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ. ഈ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ തരാറുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളും ഇന്നലെ അങ്ങനെ അങ്ങ് കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിങ്ങനെ അങ്ങ് ഉപ്പിലും മുളക് പൊടിയിലും മുക്കുക കഴിക്കുക, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ട്രിക്കുകളൊക്കെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ പൂക്കാത്ത മാവ് പൂക്കുകയും ചെയ്യും, 10 ഇരട്ടിയോളം വീട്ടിലുള്ള മാവിൽ മാങ്ങ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.